ഈ കാണുന്നതാണ് ഒരു എയറോപ്ലെയിൻ പോലെ ബാംഗ്ലൂരിലെ നമ്മളെ ബസ് വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബാംഗ്ലൂർ വീഡിയോയിൽ ഞാൻ ഉടുപ്പെടുക്കുന്നത് കാണിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഫോർമൽ ഷർട്ട്സ് വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ഷർട്ടും ഈ ഒരു ഷർട്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പാൻറ്റ് നോക്കുകയാണ് അടുത്ത കടയിൽ വന്ന്. അപ്പോൾ പാൻറ്റ്സ് ഒരെണ്ണം നോക്കിയപ്പോൾ ഒരെണ്ണം സെലക്റ്റായി. പിന്നെ കുറച്ച് വാച്ച് നോക്കി. അങ്ങനെ ഈ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. അടിപൊളി കാഷ്യൂൻ്റെ വാച്ചാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ കാറിനകത്ത് കയറി പോവാണ്. ചേട്ടനൊക്കെയാണ് കാർ ഓടിക്കുന്നത്. ചേച്ചിയും മമ്മിയൊക്കെ ബാക്കിരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നേരെ പോയി. പിന്നെ മുടി വെട്ടുവാണ് ഗൈസ്. മുടിയൊക്കെ ഒന്ന് വെട്ടി ക്ലീനായിട്ടാണ് പോകേണ്ടത്. അപ്പോൾ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. അങ്ങനെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. എന്തൊക്കെയോ ക്രീം തേച്ചിട്ട് മസാജ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ക്ലീനപ്പൊക്കെ ചെയ്ത് കിട്ടി. ഇവിടെ വായാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എപ്പോഴും ലൈക്ക് കാണിക്കുന്നതായി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ലൈക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണുക. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ലാപ്ടോപ്പിൽ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ആദ്യത്തെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ചെറുമീൻ ചോറ് കൊടുക്കുന്നു. എല്ലാം എടുത്ത് വെച്ച് മെഡിസിൻസ്. ഫൈനലി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ആയിട്ടുണ്ട്. ഒരു ചേട്ടനും അനിയനോട് ഭയങ്കര ഇതാണ്, സ്നേഹമൊക്കെയാണ്. ബാഗിനകത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനും ഡാഡിയും കൂടിയാണ് എല്ലാം എടുത്ത് വെച്ചത്. പിന്നെ ഷർട്ടും കാര്യങ്ങളൊക്കെ ചേട്ടനും കൂടി മടക്കി വെക്കാൻ സാധിച്ചു. പുതിയതായിട്ട് വാങ്ങിച്ച വാച്ച് സെറ്റ് സാധനമാണിത്. അപ്പോൾ ഇനി ലാസ്റ്റ് മടക്കി വെക്കേണ്ടത് ലാപ്ടോപ്പ്, ഹെഡ്സെറ്റ്, ചാർജർ അതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് റെഡി ആക്കാം. നമ്മള് മോന് വൈകിട്ട് ട്രെയിനകത്തിരുന്ന് കഴിക്കാൻ ചപ്പാത്തി എടുത്ത് വെക്കുക. റൊട്ടി മണിക്കുട്ടൻ ആള് മാറി റൊട്ടി എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. കൂട്ടുകാർക്കൂടെ അല്ലേ മമ്മി സ്നേഹത്തോടെ വന്നുവിടുന്ന കഴിച്ചോണം. മതിയോ? ചേട്ടനും ചേച്ചിയൊക്കെ എനിക്ക് വേണ്ടി ഹാപ്പി ജേണി പറഞ്ഞു. ഇനി പറയാനുള്ളത് ചെരുമേക്കുട്ടിനെയാണ്. പോയിട്ട് വരാം. തുറന്നു സുഖമായിട്ട് കയറുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം കാറിനടുത്ത് വെച്ചു. അപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ ഹോം തിയേറ്ററിനെയും കൂടി ഞാൻ മിസ് ചെയ്യും. സി യു ബാക്ക് ഹോം തിയേറ്റർ. അപ്പോഴേ കുറച്ച് സാധനം കൂടി വാങ്ങിക്കണ്ടായിരുന്നു. ഫേസ് വാഷ് എല്ലാം എനിക്ക് സെലക്ട് ചെയ്യാറില്ലല്ലോ. സ്പ്രേ ഒക്കെ അടിപൊളിയുണ്ട്. പക്ഷേ സ്പ്രേയുടെ ഇങ്ങോട്ട് ഞാൻ കണ്ടുപോകുന്നില്ല. ഇതിലേതാണോ? ഇതെന്തോ ഗ്രേപ്പോ ഷവർ ജെല്ല് ബ്ലാക്ക്ബെറി ആണ് ഷവർ ജെല്ല്. എനിക്ക് അപ്പോൾ ഇത് ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോകാൻ വേണ്ടി ഇത് അവനോട് വേണമെന്ന് പറഞ്ഞ് അവനോട് എടുക്കുക. സെറ്റല്ലേ സാധനം? ഞങ്ങൾ ഇത് 2 തന്നെ എടുത്തു ഓഫറിന് വേണ്ടി. ഇതിന് 99 രൂപയെന്നുള്ളൂ. ഇതാണ് ബില്ല്. ഇത് പറഞ്ഞത് നിൻ്റെ എൻ്റെ ബാഗ് വെക്കണം. ഈ ഒരു ഒറ്റ സാധനത്തിന് വേണ്ടി നമ്മളവിടെ പോയി. നല്ല മണമുണ്ട്. എന്ത് വേണം അവിടെ? ബ്ലാക്ക്ബെറിയുടെ മണം തന്നെയാണ്. എന്തോരം മണം. അടി മമ്മിയും അനീച്ചാരും കൂടി കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ ചെന്നിട്ട് അവിടെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടെ ചെന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ജനറലിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ മച്ചന്മാരെല്ലാം ഇവിടെ വന്നിപ്പോണ്ട്. ആനന്ദേ നമ്മുടെ ടിക്കറ്റ് എല്ലാം കൗണ്ടർ ചെയ്യുന്നത്. ഹലോ അഖിൽ ബ്രോ, അഖിൽ ദേവ്, ഗ്രാഫിക് ഡിസൈനർ, ആദിത്യൻ ജയൻ, ഗ്രാഫിക് ഡിസൈനർ. വെൽക്കം ടു ബാംഗ്ലൂർ. യൂട്യൂബ് ഇടും ശ്രീഹരി ആടാ. ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ട്രെയിൻ വരാൻ വേണ്ടി. ട്രെയിൻ ഇപ്പോൾ വരുവാ. അപ്പോൾ നമ്മൾ അവിടെയാണ് ചെന്നിരിക്കുന്നത്. നമ്മൾ ചാടിക്കയറി സീറ്റൊക്കെ പിടിക്കണം. നാട്ടിടത്തു നിന്ന് വരുന്ന ട്രെയിനാണ്. എല്ലാവരും ലഗേജൊക്കെ ആയിട്ട് നിൽക്കുവാണ്. എൻ്റെ ഡാഡി മമ്മിയും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വരുന്ന ട്രെയിനാണ് നമ്മുടെ കേട്ടോ. ആ വരുന്ന ട്രെയിനാണ്. ഓക്കെ അപ്പോൾ സീറ്റ് കിട്ടി പ്രളയത്തില്. അപ്പോൾ അതാണ്ട് മമ്മി ഡാഡി തോന്നിക്കുന്നു. ഓക്കെ ഓക്കെ അടിപൊളി സാധനം കേട്ടെ. നമ്മള് കൊല്ലം വിട്ട് നമ്മളിതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചിപ്സുമായിട്ട് നമ്മുടെ ജീവ ഉണ്ട്. ഇത് മാത്രമല്ല പല സാധനങ്ങളും ഇതിനകത്തുണ്ട്. നമ്മളെ സെറ്റാണ്. പോകുന്നുണ്ടോ? പോകുന്നതാണ്
ഗുഡ്സ് ട്രെയിൻ. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയുണ്ട്, ഇവിടാണ് ഞാൻ എന്നും കോളേജിൽ പോയിട്ട് ഇറങ്ങുന്നത്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇവിടെ ഇറങ്ങുന്നില്ല. അത് ഏതാണ് സ്റ്റേഷൻ? ആലപ്പുഴ. അപ്പോൾ ഞാൻ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. It was at this moment that he knew he f***ed up. രാത്രി ഇങ്ങനെ ട്രെയിനിൻ്റെ വിൻഡോ സീറ്റിൽ ഇരുന്ന് വെളിയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മൾ കൊച്ചി റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായി. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെ എത്തുമെന്ന് നോക്കാം. ട്രെയിൻ റിവേഴ്സ് അടിക്കുകയാണ്. ഈ പോകുന്ന എഞ്ചിനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നൈറ്റ് എറണാകുളമാണത്. എറണാകുളം ഞങ്ങൾ ഫുഡൊക്കെ പൊറോട്ടയും പിന്നെ കുറച്ച് നീ എന്തുവാണ് തിന്നുന്നേ? ഫുഡ് കഴിക്കണം. പിന്നെന്തോ ചപ്പാത്തിയാണ്. വരുന്നു നിൽക്കുന്നു. അയ്യോ, അങ്ങനെ ഉറങ്ങിയിട്ട് ഒരു രാത്രി തീർന്ന് എവിടെ എത്തിയെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മളുടെ സ്റ്റോപ്പ് ഇനി എവിടെ? KSRലാണ്. KSRന്റെ അടുത്ത സ്റ്റോപ്പിലാണ്. നമ്മൾ കുറച്ചൊക്കെ ഉറങ്ങി അല്ലേ? നീ ഒരു 7 മണിക്ക് അതീ മഹാനാണ് ഉറങ്ങിയിരിക്കുന്നത് ഇവിടെ കിടന്നുകൊണ്ട്. അപ്പോൾ ഇറങ്ങിയിട്ട് കാണാനില്ല. ഇപ്പൊ കാണാനൊരു കാര്യമുണ്ട്. അതേത് ട്രാക്കാണ്? അവിടെ നിന്നൊക്കെ ട്രെയിൻ വരുന്നു. അതെവിടെ തെറ്റാവുന്നില്ലേ? ഓ ഇല്ല, ട്രെയിൻ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഇത് കണ്ട, നമ്മൾ ബാംഗ്ലൂരിലെ മണ്ണിൽ ഞാൻ അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. ഗുഡ് മോർണിംഗ് പറ. നമ്മളങ്ങനെ ബാംഗ്ലൂർ ആദ്യമായിട്ടാണ്. നീ ആദ്യമായിട്ടാണ് അപ്പോൾ നീ ഓൾസോ. അപ്പോൾ ഇതാ ആനന്ദ് ഫോൺ കോളിലാണ്. ആനന്ദ് ഹായ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഒരു വിഷമം വരുന്നില്ലേടാ? അല്ല ഇനി തിരിച്ചു പോകുമ്പോഴായിരിക്കും. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇത്ര നേരം കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് നടക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ ബാഗ് പൊക്കിയെടുത്ത് നടക്കുകയാണ് ഗൈസ്. ഒന്നും കഴിക്കാതെയാണ് ബസ് കയറാൻ വേണ്ടി പോയാണ് സുഹൃത്തുക്കളെ. ഓ എന്നാ വ്യൂ ആണ് ഗൈസ്. ജാളിയാ വേണ്ട. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണിത്. ഓ മാൻ ഗൈസ്, പൊളിയേ. എല്ലാം ഭയങ്കര സെറ്റപ്പേ. ഓ ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡാണിത്. ഓ ഇവിടെയും KSRTC ആണ് കേട്ടോ. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായിരിക്കും. ഓ ഇവിടുത്തെ ബസ് കണ്ട അടിപൊളി. ഇത് BMDC അങ്ങനെയാണ് പറയുന്നത്. പുതിയ ഇവിടുത്തെ തന്നെ ട്രാൻസ്പോർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഒരു ബസ് തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബസ് വിട്ടിരിക്കുകയാണ്. ഇത്ര സൂമാവത്തെ ഉണ്ടല്ലോ. എല്ലാം അടയ്ക്കുക. ഊറാണ് ഇത്. വല്ലാത്ത പണിയാണ് ബസ് തന്നത്. ഏതാ ആഴ്ചൻ ഗൗരത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത ബസ് കയറി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബസ് ഇറങ്ങി നേരെ ഞങ്ങളുടെ കമ്പനിയുടെ അവിടെ തന്നെയാണ് വന്ന് ഇറങ്ങിയത്. അപ്പം ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെയാണ് പോകുന്നത്. തലശ്ശേരി റെസ്റ്റോറൻറ്റ്. ഇനി ഇവിടെ എല്ലാം അവിടെ അപ്പുറത്തൊക്കെ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഉടുപ്പി റെസ്റ്റോറൻ്റൊക്കെ. കിട്ടി. സാമ്പാറുണ്ട്. ഊബർ വന്നിട്ടുണ്ട് ഗൈസ്. ഊബറിനകത്ത് കയറാം.
അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പി ജിയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി 2 ഊബർ വിളിച്ച് ഞങ്ങളുടെ പി ജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിൽക്കാൻ പോകുന്ന കമ്പനിയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് പി ജിയിലേക്ക്. അപ്പോൾ നേരെ അങ്ങോട്ട് ചെന്ന് കാണാൻ വേണ്ടി പോവാണ്. ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ പി ജിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെയാണ് ഇവിടെ ഇപ്പോൾ എനിക്ക് സൗണ്ട് കേൾക്കുന്നത് എന്തോ പറഞ്ഞാൽ ഒരു എയറോപ്ലെയിൻ പോകുന്നു ഗൈസ്. യാദർശികമായി കണ്ടുപിട്ടിയാണ് സുഹൃത്തുക്കളെ. എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഫോണിൻ്റെ ഇത് വെച്ച് ഞാൻ കാണുകയാണ്. സൂര്യനൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അടിപൊളി ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ പി ജി റൂം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പി ജി പറയുന്നത്. സോ ഇവിടെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ എല്ലാം അടിപൊളിയാണ്. പിള്ളേരെല്ലാം അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം എൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒരു അപ്പാപ്പൻ്റെ ഒരു കെയർ ഓഫിൽ നമ്മളിവിടെ എല്ലാം ഓക്കെ ആയി. കാര്യങ്ങൾ ലൊക്കേഷനെ കണ്ടുപിടിച്ച് ഇവിടെ വന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഫുള്ള് ബാംഗ്ലൂരിലെ ഒരു ജംഗ്ഷനിൽ കിടന്ന് ഭയങ്കര അലയക്കുമായിരുന്നു. അവസാനം ഞങ്ങൾ ഇവിടെ വന്നു, എല്ലാം സെറ്റായി. അപ്പോൾ ഈ കിടക്കുന്ന ആരാന്ന് പറഞ്ഞിവിടെ പരിചയപ്പെടണം. ഹലോ, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞിവിടെ അടുത്തോട്ട് പോകുന്നില്ല, നമ്മൾ പരിചയമില്ലാത്തതുകൊണ്ടേ. കാണാനൊക്കെ കൊള്ളാം, ഒരുമാതിരി കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആഹമൊക്കെ ഒന്ന് കാണിച്ചു തരും ഗൈസ്. ഇതാണ് ഫുൾ സംഭവം. ഇതാരേ കിടക്കുന്നത്? ഇതെല്ലാം ഇവിടുത്തെ പുതിയ ആൾക്കാരാണ്, എല്ലാം പരിചയപ്പെടണം. ഗൈസ് ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ലോകം. എല്ലാം ഉണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. ഇതിൽ കുറച്ച് അവന്മാരെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കട്ടിൽ കാണിച്ചു തരാം. ഇത് എൻ്റെ ബാഗും എൻ്റെ ലഗേജൊക്കെയാണ്. പിന്നെ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ റൂം സെറ്റ്.